മടിയൊന്നുമില്ല, കാരണം അവരൊക്കെ ഡാൻസ് നമ്മൾ പഠിപ്പിച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആക്ടേഴ്സാണ്. ലാൽ സർ ഇസ് വെരി ലക്കി. ലാൽ സാറിനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ഫോംസും എല്ലാ സ്റ്റൈലും സാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റവർക്ക് കിട്ടിയില്ല. ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിലിംഗ് സാർ അത് പഠിച്ച് പിന്നെ അത് സാർ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യും. ഞങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ സാർ അത് ഫിനിഷ് ചെയ്ത് ആ പോസ്റ്റിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ കൈയടിച്ചു. സോങ്ങിൽ നോക്കൂ, ജഗദീഷിന്റെ ഇത് പെർഫോമൻസ് നമ്മൾ നെട്ടിപ്പോകുന്ന ആക്ടേഴ്സാണ്. അമ്ലി ചേട്ടൻ, ജഗദീഷ്, ഇവരൊക്കെ. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ആ ജോബ് ഇസ് വെരി ഈസി. നൃത്തം കുമാർ, സഗായി ശാന്തി, അങ്ങനെ ആയിരുന്നു. രണ്ടുപേരും ഭാര്യ ഭർത്താവില്ല. സോ ലെറ്റസ് കമ്പൈൻ ദ നെയിം എന്ന് വെച്ചിട്ട് ഫാസിൽ സാറാണ് ഞങ്ങളുടെ പേര് കുമാർ ശാന്തിനാക്കിയത്. ഫഹദ് തിരിച്ച് വന്ന ആ ഒരു വരവുണ്ടല്ലോ, ഞങ്ങള് കാണാത്ത ഒരു ഫഹത്താണ്. സോ അപ്പോൾ വി ആർ ഓൾ വെരി പ്രൗഡ്. ഞങ്ങളുടെ ഷാനു അപ്പോൾ ഇത്രയും ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറായി മാറി. ഞാൻ ഒരു കാര്യം പറയട്ടെ, കാരണം നിങ്ങൾക്കാണ് ഇത് ഐറ്റം സോങ്, ഇത് ഇങ്ങനത്തെ സോങ്. നമുക്ക് അവിടെ പോയാൽ ആ ഐറ്റം സോങ് ചെയ്യുന്നവർ വി റെസ്പെക്ട് ദം സോ മച്ച്. അങ്ങനത്തെ ഗ്ലാമറസ് സോങ്സ് ചെയ്യാനുള്ള നടിമാർ അവരുടെ പെരുമാറ്റം നിങ്ങൾ കാണണം. ദേ ബിഹേവ് സോ വെൽ. ഐ എം വെരി ക്ലോസ് വിത്ത് ഹർ. എനിക്ക് അവരെ നല്ല പരിചയമുണ്ട്. അവർ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ പോയ ആളിൽ ഞാനും ഒരാളായിരുന്നു. നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കഥക്കൂട്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡാൻസ് മാസ്റ്റർ കുമാർ ശാന്തി. വെൽക്കം മാം. ഹായ്. ഹായ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ സിനിമകൾ, എത്രയോ ലെജൻഡറി ആക്ടേഴ്സ്, അവരെയൊക്കെ ഡാൻസ് കളിപ്പിച്ച മലയാള സിനിമയിലെ തമിഴിലെ റിനൗണ്ട് കൊറിയോഗ്രാഫർ ശാന്തി മാസ്റ്റർ. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ജയറാം, പിന്നെ ജഗദീഷ്, കുഞ്ചാക്കോ ബോബൻ, ജഗദീഷ് ശ്രീകുമാർ, മഞ്ജു വാര്യർ, ശോഭന, ഉർവശി, എല്ലാവരും കൊണ്ട് നൃത്തച്ചുവട് ഒളിപ്പിച്ച മലയാളത്തിൻ്റെ അഭിമാനമായ, അല്ലേ, നമ്മുടെയൊക്കെ അഭിമാനമായ ശാന്തി മാസ്റ്റർ. മാം ഇപ്പോൾ ഇത്രയും വർഷം മാമിൻ്റെ കരിയർ ഇപ്പോഴും ഇപ്പോൾ ചൂട് കോറിയോഗ്രാഫി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം വിശ്രമം ഒന്നും ഇല്ലാതെ ഇപ്പോഴും കോറിയോഗ്രാഫി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാമിൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ നമുക്ക് മമ്മൂക്കയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ്, അല്ലേ, അതിനകത്ത് മമ്മൂക്കയുടെ ചെറിയ ലൈറ്റായിട്ടുള്ള ചില സ്റ്റെപ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പൊതുവേ മമ്മൂക്കയുടെ ഡാൻസ്, മമ്മൂക്ക കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ ഒരു കഥയും എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ മാം? കഥയല്ല, കാരണം നമുക്ക് ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു 2-3 ദിവസം വേണ്ടു. അപ്പോൾ ആ ടീമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആരാണ് ഡയറക്ടർ? ഫാസിൽ സർ. അപ്പോൾ സാർ ഉള്ളപ്പോൾ മൊത്ത കൺട്രോൾ, എല്ലാ കൺട്രോളും സാറിൻ്റെ കയ്യിലാണ്, ഫാസിൽ സാറിൻ്റെ കയ്യിലാണ്. ക്യാമറ ടീമിൻ്റെ കൺട്രോൾ, കൊറിയോഗ്രാഫേഴ്സിൻ്റെ കൺട്രോൾ, ആക്ടേഴ്സിൻ്റെ കൺട്രോൾ, എല്ലാം. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് വാസ് ഫാസിൽ സർ. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ വെൻ ഇറ്റ് ഇസ് മമ്മൂക്ക, നമുക്കറിയാം മമ്മൂക്ക അധികം ഡാൻസ് ചെയ്യുന്ന ആളല്ല, നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു സീക്വൻസും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ ഒരു ക്യാരക്ടറിന് പറ്റുന്ന ആ ഒരു സോങ് അനുസരിച്ചിട്ടുള്ള ചെറിയ കുട്ടി ക്യൂട്ട് സ്റ്റെപ്സ്. He did it nicely. He's a great actor അല്ലേ. പിന്നെ ആ പാട്ടും ഭയങ്കരമായിട്ട് ഹിറ്റായല്ലോ, ബാലഗോപാലിനെ എണ്ണ തേക്കുമ്പോൾ. Thanks to the music director. പിന്നെ മാമാട്ടിക്കുട്ടിയമ്മയിലെ ബേബി ശാലിനിയുടെ ആ ഒരു ചുവടുവെപ്പുകളൊക്കെ ഉണ്ടല്ലോ, വളരെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു കയ്യും കാലും കവളൊക്കെ ഇട്ടുള്ള, അതൊക്കെ മാം പറഞ്ഞു കൊടുത്താണോ ശാലിനി ആ ഒരു സമയത്ത് തനതായ രീതിയിൽ അങ്ങ് ചെയ്തതാണ്? നമ്മൾ പറയും അവൻ്റെ അടുത്ത്. പിന്നെ കുട്ടികളുടെ അടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ പോകണം അങ്ങനെ തന്നെ പോകണമെന്നല്ല. അപ്പം നമ്മൾ പറയുന്നത് അവരെങ്ങനെ ചെയ്ത് കാണിക്കും എന്ന് വെച്ചിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യും. ഇപ്പോൾ മലയാളത്തിൻ്റെ മഹാനടൻ, കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ്റെ ഇപ്പം ഏത് ഡാൻസ് ഫോം ആണെങ്കിലും ലാലേട്ടൻ ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് വാനപ്രസ്ഥത്തിൻ്റെ സമയത്ത് കഥകളി ചെയ്യുന്നു ലാലേട്ടൻ. ഇപ്പോൾ കമലതളത്തിൽ എത്ര ഡാൻസ് ഫോംസ് ആണ് ലാലേട്ടൻ ചെയ്യുന്നത്. ഫോക്ക് ഡാൻസ് ചെയ്യുന്നു, ഭരതനാട്യം ചെയ്യുന്നു, കഥക്ക് ചെയ്യുന്നു. കഥകിൽ ആ ലാസ്റ്റത്തെ ആ ഒരു സ്വിങ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്കറിയില്ല. പഠിച്ചവരാണ് സാധാരണ അത്രയും ഫാസ്റ്റായിട്ട് എനർജറ്റിക്
ആയിട്ട് അത്രയും നേരം ചെയ്യുന്നത്. പക്ഷേ ഈ ലാലേട്ടൻ എനിക്കറിയില്ല കഥക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനു വേണ്ടി പഠിച്ചിരുന്നു. അത് എങ്ങനെയാണ് മാം അത് ലാലേട്ടനെ കൊണ്ട് അത് ഞങ്ങള് ചെയ്യിപ്പിച്ചെടുത്തത്? ചെന്നൈയിലായിരുന്നു. ആഹ്. പിന്നെ ഓരോരോ ഇപ്പൊ ആനന്ദ നടനം ആ പാട്ടിന് ഓരോരോ ദിവസം ഓരോരോ സെറ്റപ്പും സെറ്റുമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഈ സോങ് മാത്രമല്ല, നമ്മൾ സ്ഥിരം ചെയ്യുന്ന എല്ലാ പാട്ടുകളും എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഷോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷോട്ടിന് വേണ്ട ആ ഒരു മ്യൂസിക്, ആ ചെറിയ ഡ്യൂറേഷൻ വെച്ച് അതിന് വേണ്ട സ്റ്റെപ്സ് നമ്മൾ ആർട്ടിസ്റ്റിനെ പഠിപ്പിക്കും. അതുപോലെ തന്നെയായിരുന്നു കമലദളത്തിലും ഈ പാട്ട്. സ്പോട്ടിൽ ഞങ്ങൾ ഇന്ന മ്യൂസിക്കിന് ഇന്ന സ്റ്റെപ്പ് എസിസ്റ്റൻസും നമ്മളും ചെയ്ത് കാണിക്കും. പിന്നെ സാർ അവിടെ നിന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് അബ്സർവ് ചെയ്തിട്ട് പഠിച്ച് ചെയ്യും. അല്ല അത് എപ്പോഴെങ്കിലും ലാലേട്ടൻ ഇത്രയും നേരം കറങ്ങണം അതിന്റെ ബുദ്ധിമുട്ട് അത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല കണ്ണ, ദാറ്റ്സ് വാട്ട് ഈസ് എ വെരി സ്പെഷ്യൽ ആക്ടറാണ് സാർ. ഞാൻ വേറെ ഒരു ഇന്റർവ്യൂവിലും സാർ ഒരു മെജീഷ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മേക്സ് എ മാജിക്. സോ അങ്ങനെ സാറ് ഇപ്പം നമ്മൾ ചെയ്ത് കാണിച്ചപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡും കൂടി സാർ അബ്സർവ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണ് സ്വേൾ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു സ്വേൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിലിംഗ് സാർ അത് പഠിച്ച് പിന്നെ അത് സാർ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് എ ചാലഞ്ച്, ഭയങ്കര ചാലഞ്ച് തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ സാർ അത് ഫിനിഷ് ചെയ്ത് ആ പോസ്റ്റിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ കൈയടിച്ചു സ്പോട്ടിൽ. മാം ഇപ്പോൾ ഷാജി കൈലാസിന്റെ കൂടെ മാം വർക്ക് ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ ഒപ്പം തന്നെ. നരസിംഹം, ആറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ, ബാബ കല്യാണി, ബാബ കല്യാണി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷാജി സാറിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡാൻസേഴ്സ് വരുന്ന ഇപ്പൊ തന്നെ വേൽമുരുക എന്നുള്ള ഒരു പാട്ട്, ധാങ്കതൊക്കെ തിന്ന, അതുപോലെ വേറുണ്ടല്ലോ ആ സിനിമയുടെ പേരെന്താണ് ഞാൻ മറന്നുപോയി, രാവണപ്രഭു. അതെ, അറിയാതെ 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 വേറൊരു പാട്ട് കൂടെ പാട്ട് നമ്മളെല്ലാം അല്ലല്ലേ? അറിയാതെ അറിയാതെയാണ് അറിയാതെ നമ്മൾ ചെയ്തു. പിന്നെ പൊട്ടുകുത്തടി പുടവ ചുറ്റടി ജഗദീഷ് വെച്ചിട്ട്, ജഗദീഷ് വസുന്ധരാദാസും ജഗദീഷ് വെച്ചിട്ടുള്ള പാട്ട്. മാം ഇപ്പം ഇത്ര വലിയൊരു ക്രൗഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ലാലേട്ടൻ അതൊക്കെ ആ ഒരു ഫോക്ക് സ്റ്റെപ്സ് എല്ലാം വളരെ അനായാസമാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ലാലേട്ടന്റെ ചില എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഒരു കുസൃതി നിറഞ്ഞ ചില എക്സ്പ്രഷൻസും ചില നോട്ടവും ചില കൈ കൊണ്ടുള്ള ചില ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് മാം പറഞ്ഞു കൊടുക്കുന്നതാണോ അതോ ലാലേട്ടന് സ്വതസിദ്ധമായിട്ട് ഇടുന്നതാണോ? നമ്മൾ ഡാൻസ് പഠിപ്പിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഡാൻസ് വേറെയാണ്. ഒരു ആക്ടർ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ സ്റ്റൈൽ വെച്ച് ആ സെയിം സ്റ്റെപ്പ് കുറച്ച് ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിൽ ചെറിയ ചെറിയ ന്യൂആൻസസ് ഒക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ സാറുടെ ഇതാണ് കോൺട്രിബ്യൂഷൻ. പക്ഷെ നമ്മൾ പറയും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സർ വേറെ സ്റ്റൈലിൽ ചെയ്യും. നമുക്ക് അങ്ങനെ ആ ആക്ഷൻ കാണിക്കുമ്പോൾ ആ കുട്ടി പുറകോട്ട് ചാടുന്ന ഒരു ആക്ഷൻ ഉണ്ട്. പക്ഷെ അത് സർ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ തട്ടി ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഡാൻസ് കളിച്ചു വരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മാം ഇപ്പൊ കമലദളത്തിൽ തന്നെ ഈ കലാമണ്ഡലത്തിൽ തന്നെ പല ഡാൻസ് ലാലേട്ടന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ വിനീതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അല്ലേ? വിനീത് ഇല്ലമ്മ, ആ മൊത്ത സിനിമയില് വിനീതും അഭിനയിച്ചു. പാട്ട് ചെയ്യുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആനന്ദ നടനം ചെയ്യുമ്പോ വിനീത് ഞങ്ങളുടെ കൂടെ തന്നെ സെറ്റിൽ ഉണ്ടായിരുന്നു. ബിക്കോസ് അവരൊക്കെ ഒരു ടീം. ഇപ്പോ സിബി സർ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും അവിടെ. സോ ഐ മേഡ് വിനീത് ടു ബി വിത്ത് മീ. ചിലപ്പോൾ ഇപ്പൊ എൻ്റെ അസിസ്റ്റന്റ് ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസർ അല്ലാത്തോണ്ട് ചില സ്റ്റെപ്സ് ഞാൻ വിനീത കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ ഓക്കെ. സോ അങ്ങനെ വിനീത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിനീത് ലാലേട്ടൻ ഇങ്ങനെ സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നോ? അങ്ങനെ അധികം ഇല്ലല്ലേ? അതുപോലെ തന്നെ മോനിഷ ഒരു ട്രെയിൻഡ് ഡാൻസറും കൂടെയാണ്. അപ്പോൾ ഈ മോനിഷയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ മോനിഷയുടെ സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മോനിഷയോട് അത്രമേൽ പ്രിയവും തോന്നും, ചിലപ്പോൾ ഒരു ചെറിയൊരു വേദനയും വരും. മോനിഷയുടെ ഒരു ഡാൻസ് പെർഫോമൻസ്, മോനിഷയെ ട്രെയിൻ ചെയ്ത രീതി, അതൊക്കെ എങ്ങനെയായിരുന്നു മാം? See, not only Monisha Khanna, I am telling you, any actor, ഇപ്പൊ കാവ്യ ആയാലും നവ്യ ആയാലും ശോഭന ആയാലും മഞ്ജു ആയാലും ദിവ്യ ഉണ്ണി ആയാലും ആരായാലും വി ലുക്ക് അറ്റ് ദം ആസ് ആക്ടർ. അതെ അതെ. ബട്ട് മോനിഷ വി ഡിഡ് നോട്ട് നോ. നമ്മൾ ആ സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനെ സംഭവിക്കും നമുക്ക് അന്ന് അറിഞ്ഞില്ല നമ്മള്. സോ എല്ലാ ആർട്ടിസ്റ്റിലും പഠിപ്പിക്കുന്ന പോലെ തന്നെയായിരുന്നു അവരുടെ കൂടെ. പിന്നെ ഐ ജെൽ വിത്ത് ഓൾ ആക്ടേഴ്സ് നൈസ്ലി. ഒരു നല്ല ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്. ചില സമയത്ത് നമ്മൾ വർക്ക് സമയത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആവും, ഷോർട്ട് അല്ലാത്ത സമയത്ത് വിൽ ബി വെരി പ്ലേഫുൾ. അല്ല മാം അങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ട ഒരു സെറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല,
സി ഞാൻ പറയുന്നത് ബീങ് എ ലേഡി ഫീമെയിൽ ടെക്നീഷ്യൻ, അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു ഇത്, ഞാൻ സ്ട്രിക്റ്റ് ആണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ള ഒരു ഇത് ഞാൻ കൊണ്ടുവന്നു അങ്ങനെ. അത് മനഃപൂർവ്വം കൊണ്ടുവന്ന പോലെ. ശരിക്കും ഞാൻ അതല്ല, ബട്ട് ഐ ബിഹേവ് ലൈക്ക് ദാറ്റ്. ഇപ്പോ സ്ഫടികം സിനിമയില് ഉർവശിയും ലാലേട്ടനും കൂടെ ആ ലോറി ലോറിയിൽ സോങ് മദ്യം കഴിച്ചിട്ടുള്ള song. അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ നമ്മൾ ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന സോങ്സ് ആണ്. അതിന്റെയൊക്കെ ഒരു കോറിയോഗ്രാഫി എങ്ങനെയായിരുന്നു മാം? See, that's what if you're going to ask me, അതിന്റെ കൊറിയോഗ്രാഫി എങ്ങനെയായിരുന്നു ഇതിന്റെ, ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു ലൊക്കേഷനിൽ പോവും, ഇവരാണ് ആർട്ടിസ്റ്റ്, ഇതാണ് സീക്വൻസ്, ഡയറക്ടർ നമ്മളോട് പറയും. പിന്നെ ആ മ്യൂസിക് കേട്ടിട്ട് ആ പാട്ടും ആ പാട്ടിന്റെ വരികളും മ്യൂസിക് അനുസരിച്ചിട്ടുള്ള ഓക്കെ ലോറിയിലാണ് അവൾ മദ്യം കഴിച്ചിട്ടുണ്ട്, അപ്പൊ അവളുടെ ആക്ഷൻ എങ്ങനെ ആവണം, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് ആയിരിക്കും. ഇപ്പോൾ ഇത്രയും പാട്ടുകൾ ചെയ്തതുകൊണ്ട് എല്ലാം വേറെ വേറെ ഫ്ലേവറാണ്, വേറെ വേറെ ജോണറാണ്, വേറെ വേറെ കഥയാണ്, വേറെ വേറെ സബ്ജക്റ്റ്, എല്ലാം വേറെ വേറെയാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ എക്സ്പീരിയൻസ് വിത്ത് എക്സ്പെരിമെന്റ്സ്. അല്ല, ഉർവശി മാം നമുക്കറിയാം, ഉർവശി മാം ഒക്കെ ലെജൻഡറി ആക്ട്രസ് ആണ്. അപ്പോൾ ഉർവശി മാം അത്തരം രംഗമൊക്കെ വളരെ അനായാസമായിരിക്കും മാം ചെയ്യുന്നത്. അതൊന്നും ഒരു മാമിനൊരു പ്രശ്നമേ ആയിരിക്കില്ല. അതൊന്ന് ചിന്തിക്കാൻ്റെ പോലുള്ള സമയം പോലും മാമിന് വേണ്ടി വരില്ല. അത്ര എഫേർട്ട്ലെസ് ആയിരിക്കും മാം അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത്തരം ഇതുപോലെ മദ്യപിച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് ലോറിയിൽ ഇരുന്നുള്ള ആ സോങ് ചെയ്യുന്ന സമയത്ത് മാമിന്റെ എന്തെങ്കിലും ഓർമ്മയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഈ സിനിമയിലെ ആ ഷോട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വേറെയാണ്. നമ്മൾ സ്പോട്ടിൽ ഉണ്ടാവും. ആ ഷോട്ട് അല്ലാത്ത സമയം ഊർവശി എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ സ്ക്രീനിൽ ആ ഷോർട്ട് സമയത്തുള്ള ആക്ടറാണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ അതല്ലാത്ത ആക്ടേഴ്സും നമ്മൾ കാണുന്നുണ്ട്. ലാൽ സർ ഷോർട്ട് അല്ലാത്ത സമയം ലാൽ സർ എന്താണ്, ഊർവശിയൊക്കെ വളരെ ഇന്നസെന്റ് ആണ്. എന്നങ്ങപ്പാ ടൈം ആവുതപ്പാ പോലാംപ്പാ, അയ്യോ ഇപ്പൊ തിരുപ്പി ലോറിയിൽ ഏറണമാ, അവരൊക്കെ അങ്ങനെ, അയ്യോ വീണ്ടും ലോറിയിലെ കയറണോ, അയ്യോ ഇനിയുണ്ടോ, എപ്പോ തീരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ. അപ്പൊ ആ ഒരു ഇൻസ്റ്റന്റ് ഷോർട്ട് സമയത്ത് വി നോ ദാറ്റ് ദേ കെൻ പെർഫോം വെൽ. അല്ലാത്തയും കൂടി ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഉണ്ടാവും. സോ ഫോർ us ഇറ്റ് ഇസ് നോട്ട്, ഇപ്പോ അറ്റ് ദി എൻഡ് അൾട്ടിമേറ്റ് ആ സോങ്ങിന്റെ വിഷ്വൽ കാണുമ്പോൾ ഓക്കെ ഉള്ളിൽ ചിരി വരും, എന്തായിരുന്നു അല്ലേ ഈ ഷൂട്ടിംഗ് സമയത്ത് എന്നുള്ള, അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന അനുഭവങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. എന്തായിരുന്നു അനുഭവങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു? ഇല്ല, ഇതുപോലത്തെ പ്രാക്ടിക്കൽ ഓരോരോ പ്രാവശ്യം ലോറിയിൽ കയറി മേലെ ഇരുന്നിട്ട് അവർക്കൊക്കെ അയ്യോ ഷോട്ട് തീർന്നില്ല, ഇനിയും ഷോട്ട് ഉണ്ടോ, ലോറി ഷോട്ട് ഉണ്ടോ, അയ്യോ അതിനെ എപ്പോ ഇറങ്ങും, ഇങ്ങനെയുള്ള ഇതാണ്. ബാക്കി ഇന്ററാക്ഷൻസ് അങ്ങനെയാണ്. പക്ഷെ അറ്റ്മോസ്റ്റ് വെൻ വി സീ ദ സോങ്, അപ്പോൾ നമുക്ക് മനസ്സിൽ ഈ ഷോട്ടിന് മുന്നേ എന്തായിരുന്നു, ഈ ഷോട്ട് കഴിഞ്ഞിട്ട് എന്തായിരുന്നു എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് മെമ്മറീസ്. ലാലേട്ടൻ്റെ ഈ കമലദളത്തിലെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരാൾക്ക് ക്ലാസിക്കൽ ഡാൻസ് പെർഫോം ചെയ്യണമെങ്കിൽ വർഷങ്ങൾ അത് പഠിക്കണം. അതിൻ്റെ താളം, അതിൻ്റെ അടവുകളെല്ലാം പഠിച്ചിട്ടാണ് ഒരു സ്റ്റേജ് പെർഫോമൻസിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷമെങ്കിലും പഠിച്ചതിന് ശേഷമാണ് സ്റ്റേജിലേക്ക് അരങ്ങേറ്റം കയറുന്നത്. പക്ഷേ ലാലേട്ടൻ അത് എത്ര മനോഹരമായിട്ട് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾക്ക് തോന്നുന്ന ആ സെയിം അത്ഭുതവും ആ സെയിം എക്സൈറ്റ്മെന്റ് ഒക്കെ ഞങ്ങൾക്ക് നേരിട്ട് അവരുടെ പെർഫോമൻസസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. അല്ല, ലാലേട്ടൻ അതിന് മുന്നേ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് പഠിച്ചു, ചെറിയ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ. അതുകൊണ്ടാണ് സാർ എപ്പോഴും വിനീത് പോലത്തെ ആക്ടേഴ്സ് ഒക്കെ അവിടെ സ്പോട്ടിലുണ്ടാവുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മുദ്രയിലോ അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. സാറ് പോലെയുള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞാനിത് വളരെ എളുപ്പത്തിൽ ചെയ്തു പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. അവര് അവിടെ ഒരു ചെറിയ കുട്ടി പഠിക്കുന്ന മാതിരിയാണ് അവരൊക്കെ പഠിക്കുന്നത് കാര്യങ്ങൾ. സോ ദാറ്റ്സ് വൈ ഹി ഇൻസിസ്റ്റ്. പിന്നെ ഞങ്ങളും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, സാർക്കൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അതെ അതെ, അതുപോലെയാണ് ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ അത് വേറെ സ്റ്റൈൽ. അത് വേറെ സ്റ്റൈല്. അതിനകത്ത് ആ പാട്ടിൽ തന്നെ ലാലേട്ടൻ ഒരു കറങ്ങുന്നുണ്ടല്ലോ, ആ കൃത്യം ടൈമിങ്ങിൽ തന്നെ അത് കറങ്ങുന്നുണ്ട്. മാത്രമല്ല ആ പാട്ടും ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിരുന്നു, അതിന്റെ കോറിയോഗ്രാഫിയും ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിരുന്നു. അതിന്റെ കാര്യം ഒന്ന് പറയാമോ മാം? ഇറ്റ് വാസ് ഇൻ ഊട്ടി ആക്ച്വലി. ഊട്ടി ഫേൺ ഹിൽ പാലസിലായിരുന്നു. പിന്നെ എനിക്ക് അതിന്റെ മാത്രമൊന്നല്ല, ആക്ച്വലി ആ പാട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു.
ഇറ്റ് വാസ് ഒരുപാട് പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ ഒരു സോങ് കഴിഞ്ഞിട്ട് ഒരു യാത്രാ സമയത്ത് ഐ ഹാഡ് ടു ഗോ ഫോർ തെൻകാശി പട്ടണം. അപ്പോൾ പെട്ടെന്ന് സാർ വേറെ എന്തോ ഒരു വളരെ അത്യാവശ്യമായിട്ട് സാർക്ക് പോകണം. അപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് ഈ പാട്ട് ചെയ്തേ പറ്റൂ, പിന്നെ ലാൽ സാറിന്റെ ഡേറ്റ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പോയി ചെയ്ത പാട്ടാണത്. പിന്നെ അത് ഈ കോളേജ് പിള്ളേർ അവരുടെ കൂടെ സാറും കളിക്കണം, സാർ അവരെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു ഇത് വന്നപ്പം ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. അമ്പിളി ചേട്ടനൊക്കെ ഉണ്ടാവും. അതെ, ജഗതി ചേട്ടന്റെ പള്ളിയിലച്ഛൻ വേഷം. അതുപോലെ തന്നെ ഈ രാവണപ്രഭുവിലും ആ തകില് ആ പാട്ടുണ്ടല്ലോ, അതിലും ജഗതി ചേട്ടന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, നല്ല കട്ടി മീശയൊക്കെ പിരിച്ചു വെച്ചോണ്ട്. ഈ ജഗതി ചേട്ടന്റെ ഒരു കോറിയോഗ്രാഫിയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? കാരണം നമ്മളെല്ലാം ജഗതി ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. അതെങ്ങനെയായിരുന്നു മാം? ഐ ടെൽ യു, എനിക്ക് വേറെ കിലുക്കം എന്ന സിനിമ, സെയിം ലാൽ സാറും അമ്പിളി ചേട്ടന്റെ കോമ്പിനേഷൻ, ഇവരുടെയൊക്കെ ഈക്വലി ടു ലാൽ സർ, ഈക്വലി ടു മമ്മൂക്ക, ഇവരൊക്കെ ചെയ്യുന്ന അതേ ഒരു ഇതിലാണ് നമ്മൾ നെട്ടിപ്പോകുന്ന ആക്ടേഴ്സാണ് അമ്പിളി ചേട്ടൻ, ജഗദീഷ്, ഇവരൊക്കെ. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര ടൈമിങ് സെൻസാണ് ഇവർക്ക്. ഇവരധികം ഡാൻസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. വി ഡിഡ് ഈവൻ ദാറ്റ് കാബുളിവാലയിലെ ഒരു പാട്ടുണ്ടല്ലോ, ഇന്നസെന്റ് സാറും അമ്പിളി ചേട്ടനും. ഇതൊക്കെ ഇവർ ഭയങ്കര ടൈമിങ് സെൻസും പിന്നെ പെർഫെക്ഷനിസ്റ്റ് ആണ് ഇവർ. ദേ അബ്സർവ് ഇത് വളരെ സീരിയസ്. ഈ പ്രൊഫഷൻ അവർ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ആ ജോബ് ഇസ് വെരി ഈസി. ഒരു സ്റ്റെപ്പ് ഒറ്റത്തവണ കാണിച്ചു കൊടുത്താൽ മതി കണ്ണ. അവരങ്ങനെ അവർ കെയർലെസ് അല്ല. അവർ അത് നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് തൊട്ടേ തൊട്ടേ അവർ ഇത് ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടോണ്ടിരിക്കും. പിന്നെ അടുത്തേക്ക് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. വെരി സിൻസിയർ. ഒറ്റ വാക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ ദേ ആർ ഓൾ വെരി സിൻസിയർ ആക്ടേഴ്സ്. ഈ പ്രൊഫഷനോട് അവർ കാണിച്ച മര്യാദ വേറെ ലെവലാണ്. മാത്രമല്ല അവർക്ക് ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലും ആയിരിക്കും അല്ലേ? വെരി മച്ച്. ജസ്റ്റ് തിങ്ക്, കിളുക്കത്തിൽ അവരുടെ കോമ്പിനേഷൻ ജസ്റ്റ് ആലോചിച്ചു. എവറി ഫ്രെയിമിൽ ലാലേട്ടൻ ഉണ്ടാവും, അമ്പിളി ചേട്ടൻ ഉണ്ടാവും. അവരുടെ കോമ്പിനേഷൻ, ആ പോട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നിനും ഒന്ന് മെച്ചമാണ്. മാത്രല്ല കിലുക്കത്തിൽ ഈ ട്രെയിനിന്റെ മുകളിൽ കയറി ഊട്ടിപ്പട്ടണം സോങ്, ഊട്ടിപ്പട്ടണം സോങ്, രേവതിയും ലാലേട്ടനും ജഗദീഷ് ശ്രീകുമാർ. ഇപ്പൊ നമ്മൾ ഈ ഒരു മണിരത്നം സാറിന്റെ ഒരു സിനിമയുണ്ടല്ലോ, ഷാറൂഖ് ഖാനും ചെയ്യ പാട്ട്. പക്ഷെ നമ്മള് കിലുക്കത്തില് അപ്പോഴേ ട്രെയിനിന്റെ മേലെ കയറിയൊക്കെ ഇഷ്ടത്തിന് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു. അത് എങ്ങനെയായിരുന്നു? ട്രെയിനിന്റെ മേലെ കയറി ആ ഒരു സോങ് കോറിയോഗ്രാഫി ഒക്കെ ചെയ്യിപ്പിച്ചു, മേലെ കയറി ഡാൻസ് ചെയ്തു. കേറ്റും ആൾക്കാരെ അവരെ കേറ്റും. ഇപ്പൊ മാം ജഗദീഷ് ശ്രീകുമാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ, ജഗദീഷ് ചേട്ടന്റെ കൂടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ജഗദീഷ് ചേട്ടന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹിറ്റ്ലർ സിനിമയിലെ ഹൃദയഭാനുമായിട്ട് മാലയൊക്കെ ഇട്ട് ജഗദീഷ് ഡാൻസ് കളിക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറയാ, ജഗദീഷ് ചേട്ടൻ ഇപ്പം സുന്ദരിമാരെ കെട്ടിപ്പൂക്കി അപ്പൊ പുള്ളിക്കാരൻ മാലയൊക്കെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ ഡാൻസിൽ തന്നെ ആ മമ്മൂക്കയുടെ അവതരിപ്പിച്ച ഹിറ്റ്ലറുള്ള ആ ദേഷ്യം ഉണ്ടല്ലോ, അത് ആ ഡാൻസിൽ നമുക്ക് ശരിക്കും കാണുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? ജഗദീഷ് ചേട്ടന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഡാൻസ് കളിക്കാൻ. നമുക്ക് ആ സമയത്തൊക്കെ നല്ല ആക്ടേഴ്സ് ആണ്, എല്ലാം ചെയ്യാനുള്ള ഒരു കൊതിയുള്ള ആക്ടേഴ്സ് ആയിരുന്നു. മാസ്റ്റർ ഈ അയ്യോ എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അല്ല, അവർ പഠിച്ച് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. സോ നമ്മൾ തന്നെ സ്ക്രീനിൽ ആ പാട്ടൊക്കെ കണ്ടപ്പോൾ വാട്ടില്ല. കൂടെ തന്നെ ഒരുപാട് ട്രെയിൻഡ് ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡാൻസേഴ്സ് ഒക്കെ. എന്നിട്ടും ഇവര് വളരെ നന്നായിട്ട് ചെയ്തു. പൊട്ടുകുത്തടി സോങ്ങിൽ നോക്കൂ ജഗദീഷിന്റെ ഇത് പെർഫോമൻസ്, അതൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അതെ. അല്ല, ജഗദീഷ് ചേട്ടന്റെ ഡാൻസ് പെർഫോമൻസ് കാണുമ്പോൾ തന്നെ ഇപ്പോഴും നമ്മൾ ജഗദീഷ് ചേട്ടനെ കുറിച്ച് പറയാറുണ്ട്. അതായത് യുവാക്കളെ പോലും തോൽപ്പിക്കുന്ന യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ജഗദീഷ് ചേട്ടൻ എന്ന്. കാരണം ആ ഡാൻസ് പെർഫോമൻസിലും ആ എനർജിയും എക്സൈറ്റ്മെന്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രേറ്റ് ആക്ടേഴ്സ് മാ. ആക്ച്വലി ഇറ്റ് ഈസ് നമുക്ക് പ്രൈഡാണ് അത്. എക്സലന്റ് ആക്ടേഴ്സ്, അവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം നമുക്ക്. ഇപ്പം സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയവർണ്ണങ്ങൾ, പിന്നെ മേഘസന്ദേശം, ടൈം,
നിങ്ങൾ ആരും ഈ സിനിമയെ കുറിച്ച് മാത്രം പറയില്ല. ടൈമിൽ ഒരു നല്ല പാട്ടുണ്ടല്ലോ, ഒരു രാപ്പൂ പുല്ല് പായും, അതൊക്കെ നല്ല സോങ്സ് അല്ലേ. സുരേഷ് ഏട്ടൻ്റെ ഒരുപാട് സോങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞ മേഘ സന്ദേശങ്ങളിൽ അങ്ങനെ ഒരു കോളേജ് കുട്ടികളോട്ട് ഡാൻസ് കളിക്കുന്നത്. പിന്നെ പ്രണയവർണ്ണങ്ങളില് സുരേഷ് ഗോപി സാർ എന്താന്ന് വെച്ചാ, സാറ് കാണുമ്പോൾ ഭയങ്കര ഹൈറ്റ്, ഭയങ്കര വലുപ്പം. ഇതൊക്കെ നമ്മൾ ദൂരേന്ന് കണ്ട തന്നെ സോറി എന്താണോ ഒരു തോണി പോകും. അടുത്തേക്ക് വന്ന ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവം. ഈ സച്ച് എ സ്വീറ്റ് പേഴ്സൺ, നിഷ്കളങ്കനാണ്. ഈ സോ ഇന്നോസെന്റ്. സോ അവരൊക്കെ അവർക്കും നമുക്ക് അങ്ങനെയുള്ള പാട്ടുകൾ കിട്ടണം, അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പാട്ടുകൾ കിട്ടണം. കിട്ടുമ്പോൾ ദേ ആർ ഡൂയിങ് ദ ബെസ്റ്റ്. അല്ല, സുരേഷ് ഏട്ടൻ്റെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ആണല്ലോ, ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ്. അത് സാറിന്റെ കൈ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ വരാറുണ്ട്. ആൻഡ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ മാനറിസം അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ പെട്ടെന്ന് കയറി ഇത് ഇങ്ങനെ ആവരുതെന്നൊന്നും നമ്മൾ പറയില്ല. അവരുടെ സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ പോകുന്നതാണ്. ഇപ്പൊ പ്രണയവർണ്ണങ്ങളിലെ കണ്ണാടി, അത് ഞാനല്ല, ആ പാട്ട് പാട്ട് മാം അല്ലേ? ഓക്കെ മാം. അല്ല, ഇപ്പൊ പ്രണയവർണ്ണങ്ങളിൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ മാം. അതെ, മറ്റു സോങ്സ് എല്ലാ സോങ്സും ഒത്തിരി 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 ആ പാട്ട് ചെയ്തു. പിന്നെ മറ്റേ മഞ്ജു വാര്യരുടെ പാട്ട് ചെയ്തു, എല്ലാം ചെയ്തു. മഞ്ജു വാര്യർ ആസ് എ ഡാൻസ്, അതുപോലെ തന്നെ ദിവ്യ ഉണ്ണിയും. മഞ്ജു വാര്യർ കളിക്കപ്പോൾ ആ ഒരു ഗ്രേസ് ഉണ്ടല്ലോ. കാവ്യ, ഒരുപാട് പേര്, ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളെ മഞ്ജു വാര്യരെ കുറിച്ച് പറയുമ്പോൾ ആ മഞ്ജു വാര്യരുടെ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. മാത്രമല്ല അതിൻ്റെ ഒരു എനർജി ലെവലും ഉണ്ട്. താളം, അടവ്, ചുവടുകൾ എല്ലാം വളരെ കൃത്യമായിട്ട്. കലാതിലകല്ലേ അവര്? അതെ അതെ, കലാതിലകോ. ദിവ്യോണി അതുപോലെ കലാതിലകോ വരുന്നു. നവ്യ, എല്ലാവരും നവ്യ. കലാതിലകങ്ങളാണ്. മഞ്ജുയുടെ സ്പെഷ്യാലിറ്റി ഐ വിൽ ടെൽ യു. മഞ്ജുയുടെ ഫസ്റ്റ് സിനിമ സല്ലാപം. അതെ അതെ. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ വന്നത് ഒരു ചെറിയ കുട്ടി, പാവടയും ബ്ലൗസും ഇട്ടിട്ടുള്ള ഒരു ചെറിയ കുട്ടി, വെരി ഇന്നോസെന്റ്, ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ പോലെയുള്ള ഒരു അധികം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത നല്ല നീളമുടിയുള്ള ഒരു കുട്ടിയാണ് നമ്മൾ കണ്ടത്. നമ്മൾ അന്ന് അറിഞ്ഞില്ല ഭാവിയിൽ ഇത്രയും വലിയ നടിയാവും. അത് മലയാള ഇൻഡസ്ട്രി, മലയാള പ്രേക്ഷകർ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർ ആവും നമ്മൾ അറിഞ്ഞില്ല അന്ന്. ആ സിനിമയിൽ തന്നെ അവളുടെ പെർഫോമൻസ് അത്രയ്ക്ക് നല്ലതായിരുന്നു. ആദ്യത്തെ സിനിമയിൽ തന്നെ. പിന്നെ വി ഡിഡ് ആറാം തമ്പുരാൻ. ആറാം തമ്പുരാനിലൊക്കെ ചെയ്തു വരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലായി ഷീസ് വേറെ ലെവലിൽ ഒരു ആക്ടറാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷീ ഹാഡ് ടു സ്റ്റോപ്പ് ബിക്കോസ് ഓഫ് ഹർ മാരേജ്. അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും അവർ തിരിച്ചു വന്നു. അതിനുശേഷം മാം മഞ്ജു മാമിനെ കണ്ടിട്ടുണ്ടോ? യെസ്, പ്രീസ്റ്റ് എന്ന സിനിമയിൽ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് I did a very beautiful song for Manju. മാം, ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതുപോലെ ഡാൻസ് കളിക്കാൻ അല്പം മടിയുള്ള ആളാണോ, അതോ കുറച്ച് ഡാൻസ്? മടി ഒന്നുമില്ല, കാരണം അവർക്ക് എല്ലാവർക്കും അവരൊക്കെ ഡാൻസ് നമ്മൾ പഠിപ്പിച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആക്ടേഴ്സ് ആണ്. പക്ഷെ അവർക്ക് അങ്ങനത്തെ പാട്ടുകൾ കിട്ടിയില്ല. ലാൽ സർ ഇസ് വെരി ലക്കി. ലാൽ സാറിനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ഫോംസും എല്ലാ സ്റ്റൈൽസും സാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മറ്റവർക്ക് കിട്ടിയില്ല. പക്ഷെ ഇന്നും ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ ഞാൻ ഒരു പാട്ട് ചെയ്യാൻ പോയി. സിറ്റുവേഷണൽ സോങ് ആണ്. അപ്പോഴും അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും സെയിം എനർജിയാണ് നമുക്ക്. ഇപ്പോ ജയറാം സാറിന്റെ കൂടെ ഉള്ള ഒരു കോറിയോഗ്രാഫി ഉണ്ടല്ലോ, പട്ടാഭിഷേകം, ഒരുപാട് സിനിമകളില്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡാൻസിൽ എന്താ കിളിക്കാൻ പറ്റിയോ, അങ്ങനെ കിളിക്കാൻ പറ്റി. അന്ന് തൊട്ടേ ഞങ്ങള് ജയറാം സാറിന്റെ കൂടെ ഒരുപാട് സിനിമകൾ. പിന്നെ ഈ അടുത്ത് പഞ്ചവർണ്ണ തത്ത എന്ന സിനിമ ചെയ്തു. പിന്നെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഫ്ലേവർ വേറെയാണ്, മൊത്തത്തിലെ ഫ്ലേവർ വേറെയാണ്. സാർക്ക് ഡാൻസും ചെയ്യാൻ പറ്റും, അതിൽ ഹ്യൂമർ കൊണ്ടുവരാൻ പറ്റും, സീരിയസ്നെസ് കൊണ്ടുവരാൻ പറ്റും. പഞ്ചവർണ്ണ തത്ത കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ മുട്ടയടിച്ച് പേര് കൊടവയറൊക്കെ വെച്ച് ഒരു ബാഗും തൂക്കിയിട്ടുള്ള ഒരു that are all excellent performers. അപ്പൊ ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അങ്ങനെ ഒരു എക്സലന്റ് അമേസിംഗ് ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ പാട്ടുകൾ നമുക്ക് കിട്ടുമ്പോൾ വി ആർ സോ ബ്ലെസ്ഡ്. ഹി കൻ ഡാൻസ്. സർ നന്നായിട്ട് ഡാൻസ് ചെയ്യും, നല്ല താളബോധമുള്ള, വെരി ഗുഡ് ടൈമിംഗ് സെൻസ്. മാത്രമല്ല ജയറാം സാറിന്റെ ഡാൻസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ചന്തം ഉണ്ടല്ലേ, അദ്ദേഹത്തിനായിട്ടൊരു ശൈലിയുണ്ട്. അത് ഒരു കുട്ടി സ്പെഷ്യൽ സ്റ്റൈലാണ് സാറുടെ. എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ അവരുടേതായ ഉള്ള ഒരു ബോഡി ലാംഗ്വേജും സ്റ്റൈലും എല്ലാവർക്കും ഉണ്ട്.
ഇപ്പൊ കയ്യെത്തും ദൂരത്ത് ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ആണ്. അപ്പം ഫഹദ് ഫാസിൽ തന്നെ ആ സിനിമയെ കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സിനിമയില് ഫഹദ് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സിനിമ കാണുമ്പോൾ തന്നെ ഫഹദ് ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ള ഒരാളെ പോലെ നമുക്ക് തോന്നും. അതെങ്ങനെയായിരുന്നു ഫഹദിനെ കൊണ്ട് ഡാൻസ് നമുക്കല്ല, നിങ്ങൾക്ക് തോന്നും. എനിക്ക് അങ്ങനെ തോന്നില്ല. ബിക്കോസ് ഫഹദ് ഷാനുമായിട്ട്, അതായത് ചെറിയ കുട്ടിയായിട്ടുള്ള ആ സമയത്ത് തൊട്ടേ നമുക്ക് ഷാനുവിനെ അറിയാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് അവൻ വളർന്നു വന്നതാ. ഓക്കെ, അപ്പൊ അവൻ ഒരു നായകനായപ്പം, അല്ലെങ്കിൽ ഇപ്പൊ ഐ ഡോണ്ട് ഈവൻ കോൾ അവനവനൊക്കെ ഈസ് എ ഗ്രേറ്റ് ആക്ടർ നൗ. സോ ഫഹദിന്റെ കൂടെ അന്ന് വർക്ക് ചെയ്തപ്പോൾ ഐ സോ ദ ഇന്നസെൻസ്. ആൻഡ് ഈ ഒരു സിനിമാറ്റിക് സ്റ്റെപ്സ് ഒക്കെ പഠിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു ചമ്മലുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ഡയറക്ടറുടെ മോനായതുകൊണ്ട് ഈ ഡിഡ് ഇറ്റ്. ബട്ട് സി, ആ സിനിമ വാസ് നോട്ട് സ്പോക്കൺ അബൌട്ട്. ആ സിനിമ അത് കഴിഞ്ഞിട്ട് ഫഹദ് തിരിച്ചു വന്ന ആ ഒരു വരവുണ്ടല്ലോ, ഞങ്ങള് കാണാത്ത ഒരു ഫഹദാണ്. സോ അപ്പോൾ വി ആർ ഓൾ വെരി പ്രൗഡ്. ഞങ്ങളുടെ ഫഹദ്, ഞങ്ങളുടെ ഷാനു ഇപ്പൊ ഇത്രയും ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറായി മാറി. സ്ക്രീൻ സ്പേസ് എന്താണ് അല്ലേ, എന്താണ് പെർഫോമൻസ്, അതാണ് ദാറ്റ് ഇസ് ഓൾ ബൈ എക്സ്പീരിയൻസ്. ആ ഒരു മെച്യൂരിറ്റി, ദ ട്രാൻസ്ഫോർമേഷൻ, ഒരു ആക്ടറിനുള്ളിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ പഠിക്കുന്നു. സി, നമ്മൾ എത്രത്തോളം ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് തുടക്കകാലം വേറെ ആയിരിക്കും. പിന്നെ ഈ ഒരു ക്യാമറ എന്നുള്ളത് ഒരു സംഭവമല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് ദെയർ ടു ക്യാപ്ചർ. നമ്മൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്യാമറയും നമ്മുടെ പെർഫോമൻസും ഒരു പ്രശ്നമായിരിക്കില്ല. മാം ഇപ്പോൾ നവ്യയെക്കുറിച്ചും കാവ്യയെക്കുറിച്ചൊക്കെ മാം പറഞ്ഞു. ഇപ്പം നവ്യയൊക്കെ ഇപ്പോഴും ഡാൻസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ക്ലാസിക്കൽ അത് ഇപ്പോഴും ക്ലാസിക്കൽ ഡാൻസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഇപ്പം അവരൊക്കെ ട്രെയിൻഡ് ഭരതനാട്യം ഡാൻസേഴ്സ് ആണ്, കാവ്യ ആണെങ്കിൽ തന്നെ. അപ്പോൾ ഈ ട്രെയിൻഡ് ഭരതനാട്യം ഡാൻസേഴ്സിനെ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കൂടുതൽ മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ്, കൂടുതൽ നല്ല പെർഫോമൻസ് അങ്ങനെ മാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരെന്ത് ചെയ്താലും മനോഹരമാണ്. ബിക്കോസ് രണ്ടുപേരും നല്ല സുന്ദരികളാണ്. അതെ അതെ, നല്ല ഫീച്ചേഴ്സ് ആണ്, വേറെ വേറെയാണ്. കാവ്യ മാധവൻ ഒരു ശില്പം പോലെയാണ്. നവ്യ ഇസ് വെരി ബ്യൂട്ടിഫുൾ ഇൻ എ ഓൺ വേ. നന്ദനം തൊട്ടേ അവളുടെ വേറെയാണ്, ആ ഫ്ലേവർ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇവരൊക്കെ ഡാൻസ് നമ്മൾ പഠിപ്പിക്കുന്നത് അവർ ചെയ്ത് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് ലിറ്റിൽ മോർ ബ്യൂട്ടിഫുൾ. അതേ സ്റ്റെപ്പ് നമ്മൾ പഠിപ്പിക്കുന്ന ആ സെയിം സ്റ്റെപ്പ് അവരുടെ ബോഡിയിൽ അവരുടെ സ്റ്റൈലിൽ അത് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും. ബിക്കോസ് ദേ ആർ ഓൾറെഡി ട്രെയിൻഡ്. മിഴിരണ്ടിലും എന്താ ഭംഗിയല്ലേ കാവ്യ. പക്ഷെ ഇവരൊക്കെ നിങ്ങൾ സിനിമകളിൽ കാണുന്ന കുട്ടികളല്ലായിരുന്നു. നമ്മൾ പഠിപ്പിക്കുമ്പോൾ വളരെ ഇന്നസെന്റ് ആണ്, പേടിയാണ്. അയ്യോ മാസ്റ്റർ ഇത് ഇങ്ങനെയാണ് മാസ്റ്റർ, അയ്യോ മാസ്റ്റർ ക്യാൻ ഐ ഡു ദിസ് മാസ്റ്റർ, ഇങ്ങനെയൊക്കെ ചോദിച്ച് വളരെ ഇന്നസെന്റ്. ഊർവശി പോലെ തന്നെയായിരുന്നു. ദിലീപിന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടല്ലോ. ദിലീപ് ഇന്നല്ല, ദിലീപ് 4 പേരിൽ ഒരു ആക്ടർ ആയിരിക്കുമ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ ദിലീപിന്റെ കൂടെ വർക്ക് ചെയ്യാണ്. അനുരാഗ കൊട്ടാരം എല്ലാം നമ്മൾ ചെയ്തു. അനുരാഗ കൊട്ടാരം ചെയ്തു, മായപ്പൊന്മാൻ ചെയ്തു, ഒരുപാട് സിനിമകൾ, സുന്ദരക്കില്ലാടി, സോ മെനി മൂവീസ്. എനിക്ക് പേരുകൾ തന്നെ ഓർമ്മയില്ല, അത്ര സിനിമകളാണ് നമ്മൾ ദിലീപിന്റെ കൂടെ ചെയ്തിട്ടുള്ളത്. ദിലീപിന്റെ പെർഫോമൻസിനെ കുറിച്ച് കൊറിയോഗ്രാഫി ഡിഫറെന്റ് സ്റ്റൈൽ, അത് സ്വന്തം സ്റ്റൈലാണത്. നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് അത് ദിലീപ് ചെയ്തു വരുമ്പോ അത് വേറെ ആയിരിക്കും. നന്നായിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. ദിലീപിന് ഒരു പ്രത്യേക ശൈലി ഉണ്ടല്ലോ. പഠിക്കും, ദിലീപ് പഠിച്ചു ചെയ്യും, അക്കാനൊക്കെ പറയും, പക്ഷെ നന്നായിട്ട് ചെയ്യും. മാം ഇപ്പോ തമിഴിലേക്ക് വരികയാണെങ്കിൽ മാം പ്രഭുദേവ മാമിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ആഹാ, പ്രഭുദേവ ഞാനൊക്കെ ഒന്നിച്ച് ഡാൻസ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്, വിശ്വസിക്കോ? ഞാൻ ഒരു ഗ്രൂപ്പ് ഡാൻസറായി ഇരുന്ന സമയത്ത് പ്രഭുദേവയുടെ അച്ഛൻ്റെ ഒരു പാട്ടില് മാസ്റ്റർ കൊണ്ടുവന്നിട്ട്, അപ്പോ പ്രഭുദേവയ്ക്ക് എന്തോ ഒരു 14 വയസ്സെന്തോ, അപ്പൊ അവനെയും കൊണ്ട് ഡാൻസേഴ്സിന്റെ കൂട്ടത്തിൽ നിർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് ഡാൻസിൽ കളിച്ചിട്ടുണ്ട്. ആ സിനിമ ഇപ്പോഴും യൂട്യൂബിൽ ചെന്ന് കണ്ട ആ പാട്ടുണ്ട്. ഒരു ഇനിയ ഉദയം എന്ന സിനിമയില് ഞങ്ങളെല്ലാം ഒരു സോങ്ങില്. അല്ല, അന്ന് മുതലേ ഈ 14 വയസ്സ് മുതലേ പ്രഭുദേവയുടെ ഡാൻസ് പെർഫോമൻസ് അതിന് മുന്നേ തന്നെ ഹി വാസ് എ വെരി സ്മോൾ ബോയ്. ഞങ്ങള് സുന്ദര മാസ്റ്ററുടെ ഗ്രൂപ്പിലൊക്കെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ വീട്ടിൽ പോകും നമ്മള്. അപ്പൊ ഈ 3 പിള്ളേർ അവിടെ ഉണ്ടാവും, പ്രഭു, രാജു, പിന്നെ പ്രസാദ്.
അല്ല, ആ കുട്ടിക്കാലം മുതലേ മാം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ പ്രഭുദേവയുടെ ഡാൻസിന്റെ ടാലന്റിനെ ആ കുറിച്ച്? കാരണം കുട്ടിക്കാലത്ത് ഇവർ ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആയിരുന്നു. അവരുടെ അരങ്ങേറ്റം ഒക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. പിന്നീടാണ് അവർ ഈ ബ്രേക്ക് ഡാൻസ്, ഈ മൈക്കിൾ ജാക്സൺ അതെ അതെ. ബ്രേക്ക് ഡാൻസ്, ത്രില്ലർ ഇതൊക്കെ വന്ന സമയമാണ് ഹി ട്രാൻസ്ഫോംഡ്. ഇതൊക്കെ പഠിച്ചു അവര്. മാം, ഇപ്പോൾ ഈ സിനിമകളിലൊക്കെ ഐറ്റം സോങ്സ് വരാറുണ്ട്. അപ്പം ഈ ഐറ്റം സോങ്സ് പലപ്പോഴും അതൊരു ഒരു കളർ കുറച്ചുകൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടിയാണ് ഈ ഐറ്റം സോങ്സ് നമ്മൾ കോറിയോഗ്രാഫി ചെയ്യുന്നത്, സിനിമയിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഐറ്റം സോങ്സ് ഈ സ്ത്രീകളുടെ ശരീരം ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നൊരു വിമർശനമുണ്ട്. അപ്പോൾ ആസ് എ കോറിയോഗ്രാഫർ ഈ ഐറ്റം സോങ്സ് സിനിമയിൽ ഇപ്പോഴും വെക്കുന്നതിനോട് മാമിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണ, നിങ്ങൾക്കാണ് ഇത് ഐറ്റം സോങ്, ഇത് ഇങ്ങനത്തെ സോങ്. നമുക്ക് അവിടെ പോയാൽ ആ ഐറ്റം സോങ് ചെയ്യുന്നവർ വി റെസ്പെക്ട് ദം സോ മച്ച്. നിങ്ങളൊന്നും കണ്ടിരാത്ത ഐറ്റം സോങ്സ് കൂടുതൽ ചെയ്തവർ. ഐറ്റം സോങ് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കൊരു ഇതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. അങ്ങനത്തെ ഗ്ലാമറസ് സോങ്സ് ചെയ്യാനുള്ള നടിമാർ അവരുടെ പെരുമാറ്റം നിങ്ങൾ കാണണം. ദേ ബിഹേവ് സോ വെൽ. കോസ്റ്റ്യൂം ഇച്ചിരി ഗ്ലാമറസ് ആണ്, പിന്നെ ചെയ്യുന്ന സ്റ്റൈൽ അതാണ്. ബട്ട് ആസ് പ്രൊഫഷണലി ദേ ടേക്ക് ഇറ്റ് ആസ് പ്രൊഫഷൻ, ദാറ്റ്സ് ഓൾ. പിന്നെ എനിക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല കണ്ണ. ഗ്ലാമർ നോൺ ഗ്ലാമർ ഇല്ല, ഇത് ഭയങ്കര ട്രഡീഷണൽ ആണ്, ഇത് എനിക്ക് അങ്ങനെയല്ല. വി സീ ദ ഫ്ലേവേഴ്സ് ഇൻ ഇറ്റ്. പക്ഷെ ദേ ആർ ഓൾ ഗ്രേറ്റ് ഹൗസ് വൈഫ്സ്. അത് ചെയ്തവരൊക്കെ അവരെ പോലെ ഇന്നത്തെ ജീവിതം അവരുടെ പോലെ വേറെ ആർക്കുമേ ഉണ്ടാവില്ല. ദേ ആർ ഓൺലി ഓൺ സ്ക്രീൻ ഗ്ലാമർ, ഓഫ് സ്ക്രീൻ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഗ്ലാമർ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറും സിനിമയിലെ കാണുന്ന സെല്ലുലോയിഡിലെ കാണുന്നത് വേറെയാണ്. പക്ഷെ ഇവർ ഓഫ് സ്ക്രീൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു ഷോട്ട് അല്ലാത്ത സമയം, ദേ ആർ ഡിഫറെന്റ്. അത്രയ്ക്ക് റെസ്പെക്ട് തോന്നും അവരോട്. അവർ നേരെ ചെയറിലിരിക്കും, ദേ വിൽ കവർ ദിയർ സെൽഫ് കംപ്ലീറ്റ്ലി വിത്ത് തിങ്. പിന്നെ ആ ഷോർട്ട് സമയത്ത് വരും, ദേ വിൽ നോട്ട് മൈൻഡ്. ബിക്കോസ് ഇത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നവർ ഇതോടുള്ള ഒരു റെസ്പെക്ട് കൊണ്ട് അവർക്ക് അങ്ങനെ ഒന്നും തോന്നില്ല, പഠിപ്പിക്കുന്ന നമുക്കൊന്നും തോന്നില്ല, അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ ആ സ്പോട്ടിൽ ഉള്ള ആർക്കുമേ അങ്ങനെ തോന്നില്ല. ഇത് വെറും ഓഡിയൻസിന് വേണ്ടി, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിന് വേണ്ടിയിട്ട് ആണ് ഈ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്ലാമർ, കോമഡി, പ്രണയം, ഇങ്ങനെ വേറെ ഒരു ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആസ് എ ടെക്നീഷ്യൻ എനിക്ക് അങ്ങനെ ഇത് ഒരു സെപ്പറേഷൻ തോന്നിയിട്ടില്ല ഐറ്റം സോങ്. പക്ഷെ ഡാൻസ് സ്റ്റൈലിൽ ഞങ്ങളും അതുപോലെ തന്നെ ചെയ്ത് കാണിക്കും. ആ ഒരു സോങ്ങിന്, ആ ഒരു ഗ്ലാമറസ് സോങ് അല്ലെങ്കിൽ ഐറ്റം സോങ് തന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ആ സോങ്ങിന് വേണ്ട സ്റ്റൈലിൽ നമ്മൾ പഠിപ്പിക്കും. ഇത് ഇങ്ങനെ തന്നെ ആവണം സ്റ്റെപ്പ്, ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ഒരു സെഡ്യൂസിങ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ആവണം എന്ന് ഞങ്ങളും അവരെ പഠിപ്പിക്കും. ദിസ് ഈസ് എ പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയ ആക്ട്രസ്സാണ് സിൽക്ക് സ്മിത എന്ന് പറയുന്നത്. അപ്പം സിൽക്ക് സ്മിതയായിട്ട് മാമിന് സംസാരിക്കാനും നല്ല അടുപ്പമുണ്ട്. കടപ്പുറം എന്ന സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ തമിഴിലും ഞാൻ ഗ്രൂപ്പ് ഡാൻസറായിരിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. പിന്നെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കൊറിയോഗ്രാഫറായിട്ട്. പിന്നെ നമുക്ക് മലയാളം സിനിമ തന്നെ ചെയ്തു. ജോമോൻ സാറുടെ ഒരു സിനിമയും പിന്നെ ജയരാജ് സാറുടെ കൂടെ ഒരു സിനിമയും സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടി ചെയ്തു. ഐ എം വെരി ക്ലോസ് വിത്ത് ഹർ. എനിക്ക് അവരെ നല്ല പരിചയമുണ്ട്, പിന്നെ നല്ല അടുപ്പമുണ്ട്. പിന്നെ പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്ന ആ ഒരു ലെവലിൽ ഒരു സൗഹൃദമുണ്ട്. പിന്നെ മരിച്ച ഉടനെ പോയ ആളിൽ ഞാൻ ഒരുത്തിയായിരുന്നു. അവർ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ പോയ ആളിൽ ഞാൻ ഒരാളായിരുന്നു. സിൽക്ക് സ്മിത മാമിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എത്ര ഇന്നസെന്റ് ആയിട്ടാണ് മാം സംസാരിക്കുന്നത്. ആക്ച്വലി അവരുടെ ഗ്രോത്ത് വേറെയാണ്. അവരുടെ തുടക്കകാലം ഭയങ്കര ഒരു കഷ്ടപ്പാടുള്ള കാലമായിരുന്നു. ദെൻ ഷീ ബിക്കെയിം, ആ ഒരു ഇത് അവർ ഇതായപ്പം, റീച്ച് ആയപ്പം അവരുടെ ബിഹേവിയർ അവർ മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു ബിഹേവിയറാണ്. അവരുടെ ഫസ്റ്റ് ഹാഫ് അവർക്ക് എന്താ പഠിപ്പിച്ചെന്ന് വെച്ച് ഷീ ടുക്ക് ദ റിവെഞ്ച് ഓഫ് ഇറ്റ്. ഈ സിനിമ എന്നെ ഇങ്ങനെയല്ല നോക്കിയത് എൻ്റെ തുടക്കകാലത്ത്. സോ വെൻ ഐ ബിക്കെയിം എ സ്റ്റാർ ഐ വാണ്ട് ടു ടേക്ക് ദ റിവെഞ്ച് ഓൺ ദിസ് ഇൻഡസ്ട്രി. അങ്ങനെയായിരുന്നു. ഷീ ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ, വെരി സ്വീറ്റ് പേഴ്സൺ.
എനിക്ക് അവരുടെ ലിപ്സ്റ്റിക്ക് അപ്പോഴൊക്കെ 222 എന്ന ഒരു നമ്പർ ഉണ്ട് ലിപ്സ്റ്റിക്, അത് നല്ല ഡാർക്ക് മറൂൺ ലിപ്സ്റ്റിക്. അവളുടെ ചുണ്ടിൽ അത് ഭയങ്കര ക്യൂട്ടാണ് ആ കളർ. അപ്പോൾ അവളുടെ അടുത്ത് പോയി ചോദിക്കും, സ്മിത എനിക്ക് ആ ലിപ്സ്റ്റിക്ക് ഞാൻ ഉനക്ക് വാങ്ങി തരേന്നാ, അങ്ങനെയൊക്കെ അവള് സംസാരിക്കും. പിന്നെ നല്ല കളക്ഷൻ ഓഫ് ആൻറ്റിക് ജ്വല്ലറി അവളുടെ കയ്യിലുണ്ടാവും. അവളുടെ ആക്സസറീസ്, അവളുടെ കോസ്റ്റ്യൂം ഡിസൈനിങ്, ഷീസ് എൻ എക്സലൻറ്റ് ഡിസൈനർ.